ഹലോ ഫ്രണ്ട്സ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറ്റൊരു കമ്പ്യൂട്ടർ അവയർനെസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് RRB POയിലും RRB ക്ലർക്കും വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Commands at the top of a screen such as file, edit, format and tools to operate and change things are incorporated in. Commands such as file, edit, format, tools എങ്ങനെയുള്ള കമാൻഡുകൾ ഒരു സ്ക്രീനിന്റെ എവിടെയായിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ആൻസർ എ, മെനു ബാറിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ടൂൾ ബാറിൽ എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? ബട്ടൺ ടൈപ്പ് ഐക്കൺസ് ആയിരിക്കും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചില ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, സേവ് ആസ്, സേവ്, കട്ട്, പേസ്റ്റ്, അതിൻ്റെയൊക്കെ ആയിരിക്കും ടൂൾ ബാറിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Specialized programs designed to allow particular input or output devices to communicate with the rest of the computer system is called. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ഡിവൈസ് ഡ്രൈവർ ആണ്. ഒരു പെറിഫറൽ ഡിവൈസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു മൗസ് ആയിക്കോട്ടെ, ഒരു കീബോർഡ് ആയിക്കോട്ടെ, അതിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ഒരു കമ്പ്യൂട്ടറിൽ OSന് മനസ്സിലാകണമെങ്കിൽ അതൊരു ഇന്റർപ്രറ്റർ ആണ്. ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ അതൊരു ഡിവൈസ് ഡ്രൈവർ ആണ് ചെയ്തു കൊടുക്കുന്നത്. ഡിവൈസ് ഡ്രൈവറിലൂടെ ഈ ഡാറ്റ കിടന്ന് ആ ഡിവൈസ് ഡ്രൈവറാണ് OSന് റീഡബിൾ ആയിട്ട് ഈ ഡാറ്റ OSന് കൊടുക്കുന്നത്. എങ്കിലേ നമ്മുടെ സിസ്റ്റത്തിൽ ആ ഇൻപുട്ട് പ്രതിഫലിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ: UDP and TCP are categorized under the dash layer of the OSI model. UDP user data program protocol, TCP transmission control protocol and OSI model നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ മോഡൽ. ഇതിൽ ഏത് ലെയറിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി, ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ട്രാൻസ്പോർട്ട് ലെയർ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷനിലാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ട്വിസ്റ്റഡ് പെയർ വയേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ. ഇവയിൽ ഏതിലാണ് ട്വിസ്റ്റഡ് പെയർ വയർ കോമൺലി യൂസ് ചെയ്യുന്നത്? ടെലിഫോൺ നെറ്റ്വർക്സിലാണ്. യൂഷ്വലി ഫോണുമായിട്ട് ബന്ധപ്പെട്ട DSL ലൈനുകളിലാണ് ട്വിസ്റ്റഡ് പെയർ കേബിളുകൾ ഉപയോഗിക്കുന്നത്. അതൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലായിരിക്കും സാധാരണ കാണപ്പെടുന്നത്. ഇപ്പോൾ കൂടുതലും ട്വിസ്റ്റഡ് പെയറിനെ മാറ്റിയിട്ട് നമുക്ക് എല്ലായിടത്തും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ അതിനെ റീപ്ലേസ് ചെയ്ത് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഓപ്ഷൻ ബി, പ്രോസസ്സറിന്റെ പാർട്ടാണ്. ഒരു പ്രോസസ്സറിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഈ പറഞ്ഞ യൂണിറ്റ് ആണ്. ഓപ്ഷൻ എ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിലാണ് അരിത്തമെറ്റിക് ലോജിക് ഫംഗ്ഷൻസ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: Question 6: A specialized network device that determines the next network point to which it can forward a data packet towards the destination of the packets commonly known as. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി, റൗട്ടർ ആണ്. ഒരു നെറ്റ്വർക്കിലെ ഡിഫറെന്റ് ഡാറ്റ പാക്കറ്റ്സിനെ അതിന്റെ റൗട്ടിംഗ് ടേബിൾ നോക്കിയിട്ട് അതാത് ഡെസ്റ്റിനേഷൻസിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു റൗട്ടറിന്റെ ചുമതലയാണ്. സോ ഓപ്ഷൻ ബി, റൗട്ടർ ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: A database that spreads information across different tables while maintaining links between them is referred to as. അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ഉള്ള ഡാറ്റ ഉള്ളത് ഓപ്ഷൻ എ, റിലേഷണൽ ഡാറ്റാബേസ് ആയിരിക്കും. ഒരു റിലേഷണൽ ഡാറ്റാബേസിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റയ്ക്ക് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടായിരിക്കും. മിക്കവാറും ഇങ്ങനെയുള്ള ഡാറ്റാബേസുകളിൽ ഒരു പ്രൈമറി കീ കാണും, കോമൺ ഐഡന്റിഫയർ ആയിട്ട്. ചിലപ്പോൾ സെക്കൻഡറി ടേബിളിൽ നിന്ന് ഒരു ഫോറിൻ കീയും എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: What does SNMP stand for? SNMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. ഒരു നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് SNMP അഥവാ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: What is the common name given to a program written in any one of the high level language? ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിന് കൊടുക്കുന്ന ഒരു കോമൺ നെയിം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സോഴ്സ് പ്രോഗ്രാം ആണ്. സോഴ്സ് പ്രോഗ്രാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: For predicting the weather, which of the following is the best solution? ഒരു വെതർ ഫോർകാസ്റ്റ് നടത്താൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഈ ഓപ്ഷനിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി, സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. സൂപ്പർ കമ്പ്യൂട്ടറുകൾ മാസീവ് ആയിട്ടുള്ള കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ. അത് ഒരു ഫ്ലോർ നിറച്ചോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഫ്ലോർ നിറച്ചോ തന്നെ വലിപ്പം കാണാം. ഇത് മാസീവ് ആണ്, ഒരുപാട് പവർ കൺസംഷൻ ഉണ്ട് കമ്പ്യൂട്ടേഴ്സ് ആണ്. മാത്രമല്ല എക്സ്ട്രീംലി പവർഫുൾ ആണ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ആണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അങ്ങനത്തെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് നാളത്തെ വെതർ ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് ഇങ്ങനെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: What is the technique used to gain unauthorized access to computers whereby the intruder sends message to a computer with an address indicating that the message is coming from a trusted host? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി, IP സ്പൂഫിംഗ് ആണ്.
നമുക്ക് ഒരാൾ ഒരു ട്രസ്റ്റഡ് വെബ്സൈറ്റിന്റെ അഡ്രസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കും. ആ മെസ്സേജിൽ അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അയാൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഫേക്ക് പേജിലേക്ക് നമ്മൾ പോയി അവിടെ നമ്മൾ നമ്മുടെ ഡാറ്റ ഇൻപുട്ട് കൊടുക്കും. അതിനെയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. സോ ആൻസർ സി, IP സ്പൂഫിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ആണ്. ഇതിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കുന്നവരാണ്, മിക്കവാറും തന്നെ എഡിറ്റ് ചെയ്യുന്നവരുമാണ്. മാത്രമല്ല പ്രിന്റ് എടുക്കുമ്പോഴും ഈ ഫോട്ടോ ഈ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ് നമുക്ക് അറിയാം. അത് പേജ് ഓറിയന്റേഷൻ ആണ്, പോർട്രേറ്റ് അഥവാ ലാൻഡ്സ്കേപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനെറ്റ് ആക്സസ് ബൈ ട്രാൻസ്മിറ്റിംഗ് ഡിജിറ്റൽ ഡാറ്റ ഓവർ ദ വയേഴ്സ് ഓഫ് എ ലോക്കൽ ടെലിഫോൺ നെറ്റ്വർക്ക് പ്രൊവൈഡഡ് ബൈ DSL അഥവാ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ ആണ് ഇതിന്റെ ആൻസർ. മോഡം എന്താണെന്ന് അറിയാം. മോഡത്തിന്റെ എക്സ്പാൻഷൻ, മോഡുലേഷൻ, ഡിമോഡുലേഷൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് ഡിവൈസ് ഈസ് ഓൾസോ കോൾഡ് എ കോൺസെൻട്രേറ്റർ? ഒരു ഹബിനെയാണ്, ഓപ്ഷൻ ഈ ഹബിനെയാണ് കോൺസെൻട്രേറ്റർ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, കോൺസെൻട്രേറ്റർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മെയിൻ വെബ് പേജ് ഓഫ് എ വെബ്സൈറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. നമ്മളൊരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ ആ വെബ് പേജിൽ ആദ്യമേ ആ വെബ് അഡ്രസ് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന പേജിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം പേജ് ആണ്. നമ്മളൊരു വെബ്സൈറ്റിന്റെ ഹോം പേജിലേക്കാണ് ലാൻഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, ഹോം പേജ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം.